ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഇരിക്കുമ്പോൾ ഇതൊക്കെ മറച്ചു വെച്ച് തീവ്ര ഫെമിനിസ്റ്റ് വാദഗതി ഇതിലേക്ക് കുത്തിക്കയറ്റാനാണ് ചില ആൾക്കാർ നോക്കിയത്. അവർക്കാണ് തിരിച്ചടി കിട്ടിയത്. അയ്യപ്പ വിശ്വാസികൾക്ക് മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് നിലപാടുകളാണുള്ളത്. ഒന്ന്, ഞങ്ങളുടെ നെഞ്ചിൽ ചവിട്ടി മാത്രമേ യുവതികൾ ശബരിമലയിൽ കയറൂ. രണ്ട്, ഞങ്ങളുടെ നെഞ്ചിൽ ചവിട്ടി മാത്രമേ ശബരിമല യുവതികൾ കയറൂ. മൂന്ന്, ഞങ്ങളുടെ നെഞ്ചിൽ ചവിട്ടി മാത്രമേ ശബരിമല യുവതികൾ. ഏകദേശം 7 വർഷങ്ങൾക്ക് മുമ്പ് അഭിലാഷിന്റെ പരിപാടിയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങൾ ഒന്ന് സ്പാർക്ക് ചെയ്തത്. അഭിലാഷിനോട് ആ 30 സെക്കൻഡ് ചോദിച്ചു. അഭിലാഷ് തന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ പ്രക്ഷോഭം ഈ രീതി രണ്ട് വരികയേ ഉള്ളൂ. ആദ്യം ശ്രീപത്മനാഭൻ ജി അദ്ദേഹത്തിന് ഒരു സാഷ്ടാംഗ പ്രണാമം അർപ്പിക്കുന്നു. വളരെ കുറച്ച് രാഷ്ട്രീയ നേതാക്കൾക്ക് സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിന്റെ വിധി തെറ്റാണ് എന്ന് പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ളൂ. അല്ല, ഈ പാർട്ടി 20 കൊല്ലം കൂടുമ്പോൾ ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്നും അന്ന് ഞങ്ങളെടുത്ത നിലപാട് തെറ്റാണെന്നും പറയുന്ന ഒരു പാർട്ടിയാ പണ്ട് മുതലേ. എന്തിനുള്ള പുറപ്പാടാണ്ടോ? എന്താണ് സുപ്രീം കോടതിയുടെ 2018 വിധി? 3B അൺകോൺസ്റ്റിറ്റ്യൂഷനിലാണെന്ന് ഡിക്ലെയർ ചെയ്തു. അതല്ലേ സംഭവിച്ചിട്ടുള്ളൂ, അത്രയല്ലേ ചെയ്തിട്ടുള്ളൂ. അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി ആക്ടിവിസ്റ്റുകളെ കയറ്റാനുള്ള ഉത്തരവായിരുന്നു. അതും ശരിയാണല്ലോ. വീണ്ടും എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചോ? ഇവർ കയറ്റാൻ ശ്രമിച്ച ഒരു സ്ത്രീ അവരുടെ ഇരുമുടിക്കെട്ടിൽ എന്താ കരുതിയെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. എനിക്ക് മാന്തി പുണ്ണാക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അവരെന്താണ് ആ ഇരുമുടിക്കെട്ടിൽ കരുതിയെന്ന് ഞാൻ പറയുന്നില്ല. ആഞ്ജനേയ സ്വാമി, സംഘപരിവാറിന്റെ അഭിപ്രായം ഒന്നും മാനിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. സംഘപരിവാറിന്റെ അഭിപ്രായം മാനിക്കണമെന്ന് പറയുന്നില്ല എന്ന് പറയുമ്പോൾ സംഘപരിവാറിന്റെ അഭിപ്രായം എന്തായിരുന്നു? RV ഹരി എന്ന കേരളത്തിലെ ഏറ്റവും മുതിർന്ന സംഘപരിവാർ ഐഡിയോളജി വളരെ കൃത്യമായി ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്ത ആളാണ്. അതെ, R ഹരിയുടെ പുസ്തകത്തെ താങ്കൾ ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. കേരളത്തിലെ ക്ഷേത്ര സംരക്ഷണ സമിതിയോ വിശ്വ ഹിന്ദു പരിഷത്തോ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും സംഘപരിവാർ സംഘടനകൾ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടോ കോടതിയിൽ ഇങ്ങനെ വേണമെന്ന്? ആരെങ്കിലും ഹാജരായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ കോടതിയിൽ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ആരെങ്കിലും വ്യക്തിപരമായി ഒരു അഭിപ്രായം പറഞ്ഞാൽ അതാണ് ഇവർക്ക് സംഘപരിവാറിന്റെ അഭിപ്രായം. അതാണോ നിങ്ങൾക്ക് സംഘപരിവാറിന്റെ അഭിപ്രായം? സംഘപരിവാർ ഒരു വ്യവസ്ഥാപിതമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനയല്ലേ? കാലമൊന്നും പറയണ്ട, ഒന്നുമല്ല. ഒരു സംഘപരിവാർ സംഘടനയും ഔദ്യോഗികമായി അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടില്ല. ഇവരെടുത്ത നിലപാട് ധിക്കാരപരമായ നിലപാടാണ്. ഇന്ന് വരെ ഏതെങ്കിലും കേസ് പിൻവലിച്ചിട്ടുണ്ടോ? NSSകാരുടെ കേസ് പിൻവലിച്ചോ? ഓട്ടെ, RSSകാരെ കേസ്, BJPക്കാരെ, വിശ്വ ഹിന്ദു പരിഷത്തുകാരെ, ഹിന്ദു ഐക്യവേദിക്കാരെ കേസൊന്നും പിൻവലിക്കണ്ട. NSSകാരെ കേസ് പിൻവലിച്ചോ? പറഞ്ഞാൽ അച്ഛൻ അമ്മയെ കൊല്ലും, പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ പട്ടിയിറച്ചി തിന്നും എന്നൊരു പഴഞ്ചൊല്ലുണ്ട് മലയാളത്തിൽ. ഏറെക്കുറെ അത് നടക്കാൻ പോകുന്ന വട്ടാണ് ഞാൻ നോക്കുന്നത്. കാരണം ഇലക്ഷൻ കൂടി വരികയാണല്ലോ. അപ്പോൾ യുവതീ പ്രവേശനം വേണ്ട എന്ന നിലപാട് സർക്കാരിന് കോടതിയെ അറിയിക്കാൻ പറ്റുമോ? പറ്റുന്ന സാഹചര്യം ഉണ്ടോ? ഇതേതാണ്ട് എലിക്കണിയിൽ സുന വെട്ടതുപോലെ. സുനോട്ട് എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ഇതിൽ കൃത്യമായി അയ്യപ്പ വിശ്വാസികൾക്ക് മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് നിലപാടുകളാണുള്ളത്. ഒന്ന്, ഞങ്ങളുടെ നെഞ്ചിൽ ചവിട്ടി മാത്രമേ യുവതികൾ ശബരിമലയിൽ കയറൂ. രണ്ട്, ഞങ്ങളുടെ നെഞ്ചിൽ ചവിട്ടി മാത്രമേ ശബരിമല യുവതികൾ കയറൂ. മൂന്ന്, ഞങ്ങളുടെ നെഞ്ചിൽ ചവിട്ടി മാത്രമേ ശബരിമല യുവതികൾ കയറൂ. അവസാന അയ്യപ്പ വിശ്വാസി ജീവിച്ചിരിക്കുന്നത് വരെ ശബരിമലയിൽ ഒരു ഫെമിനിറ്റിയും ഒരു യുവതിയും നുഴഞ്ഞു കയറാൻ അനുവദിക്കില്ല. അതിന് യാതൊരു തർക്കവും ഇല്ല. ആരും അതിനുവേണ്ടി വെള്ളം വാങ്ങി വെക്കണ്ട. ഇനിയും ഞങ്ങൾ അയ്യപ്പ വിശ്വാസികൾക്ക് ഒരു പ്രത്യേക സന്തോഷം കൂടിയുണ്ട്. ഞങ്ങൾ അയ്യപ്പ വിശ്വാസികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാധ്യമ പ്രവർത്തകൻ ശ്രീ അഭിലാഷാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അഭിലാഷ് ഓർമ്മ കാണും. ഏകദേശം 7 വർഷങ്ങൾക്ക് മുമ്പ് അഭിലാഷിന്റെ പരിപാടിയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങൾ ഒന്ന് സ്പാർക്ക് ചെയ്തത്. അഭിലാഷിനോട് ആ 30 സെക്കൻഡ് ചോദിച്ചു. അഭിലാഷ് തന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ പ്രക്ഷോഭം ഈ രീതി വളരില്ലായിരുന്നു. അഭിലാഷേ 30 സെക്കൻഡ് തരൂ, കഷ്ടമാണിത്. താങ്കൾ ഇതല്ലേ പറയുന്നത്, പിന്നെ എങ്ങനെയാണ് 30 സെക്കൻഡ്? കഷ്ടമാണിത്, 30 സെക്കൻഡ് തരൂ. അഭിലാഷിനോട് ആ 30 സെക്കൻഡ് ചോദിച്ചു. അഭിലാഷ് തന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ പ്രക്ഷോഭം ഈ രീതി വളരില്ലായിരുന്നു. അപ്പോ ശബരിമല വിശ്വാസികൾക്ക് ഈ കാര്യത്തിൽ വളരെ ക്ലാരിറ്റി ഉണ്ട്. കലികാലം തീരുന്നത് വരെ, സ്വാമി അയ്യപ്പൻ തീരുമാനിക്കുന്നത് വരെ, അല്ലെങ്കിൽ തീരുമാനിക്കില്ല, ശബരിമലയിൽ യുവതികൾ കയറില്ല എന്നുള്ളതാണ് ഒന്ന്. അതാണ് വിശ്വാസത്തിന്റെ വികാരത്തിന്റെ ഭാഷയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇനി ഭരണഘടനയുടെ ഭാഷയിൽ പറയാം. ആർട്ടിക്കിൾ 25 ഞങ്ങൾക്ക് ഇതിനുള്ള സ്വാതന്ത്ര്യം തരുന്നുണ്ട്.
ഓർക്കേണ്ട കാര്യം, ശബരിമലയിൽ എല്ലാ വർഷവും ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് കയറുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ശബരിമലയിൽ എല്ലാ വർഷവും ലക്ഷക്കണക്കിന് സ്ത്രീകളാണ്. ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ സുവർണ ഏടുകളാൽ എഴുതപ്പെടേണ്ട നമ്മുടെ ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഒരു 5 അംഗ ബെഞ്ചിന്റെ വിധിന്യായം വിശ്വാസ പ്രക്ഷോഭത്തിലൂടെ മറികടന്ന സുവർണ ലിപികളാൽ എഴുതപ്പെടുന്നതാണ് ശബരിമല പ്രക്ഷോഭം. ഇനി നമ്മൾ ഓരോ മലയാളികളുടെയും അഭിമാനമാകാൻ പോകുന്നത് നമ്മുടെ സ്വന്തം സ്വാമി അയ്യപ്പൻ ആർട്ടിക്കിൾ 25 ദേവനാകാൻ പോവുകയാണ്. ആർട്ടിക്കിൾ 25, 26 എന്ന ഇന്ത്യയുടെ മൗലിക അവകാശങ്ങളുടെ ഭാഗമായ ഫണ്ടമെന്റൽ റൈറ്റ് ടു ഫെയ്ത്ത്, റൈറ്റ് ടു ബിലീവ് അയ്യപ്പ സ്വാമിയാൽ രക്ഷിക്കപ്പെടുകയും നിർവചിക്കപ്പെടുകയും ചെയ്യും. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പാഴ്സി അടക്കമുള്ള ജനവിഭാഗങ്ങൾക്ക് അയ്യപ്പ സ്വാമിയുടെ ഒരു സുരക്ഷാ കവചം, സംരക്ഷണ കവചം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിലെ ഏറ്റവും ഗോൾഡൻ മൊമെന്റ്സിൽ ഒന്നാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. ശരി, എന്തായാലും കലിയുഗ വരദൻ കാനനവാസൻ എന്നൊക്കെ അയ്യപ്പനെ കേട്ടിട്ടുണ്ട്. ഇനി ആർട്ടിക്കിൾ 25 സംരക്ഷകനും കൂടെ ആകുകയാണ്. അതിന് ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. അല്ല, ഇനിയിപ്പോ അങ്ങനെ ഒരു ശരണം വിളി കൂടി വരുമോ എന്നുള്ളതേ അറിയാം. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, അഭിലാഷിന്റെ ചർച്ചയിൽ ഭരണഘടനയോ വിശ്വാസമാണെന്നാണ്. അങ്ങനെയല്ല, ഭരണഘടന നമുക്ക് തന്നിരിക്കുന്ന ആർട്ടിക്കിൾ 25 അനുവദിക്കുന്ന വിശ്വാസമാണ് ശബരിമല വിശ്വാസം. അത് ആർട്ടിക്കിൾ 25, 26 പ്രൊട്ടക്റ്റഡുമാണ്. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ കേരളത്തിലെ ഇടതുപക്ഷം നിലനിൽക്കണമെങ്കിൽ പുരോഗമന ആശയങ്ങളുടെ മുകളിലും സെക്യുലറിസത്തിന്റെ മുകളിലും ഈക്വാലിറ്റിയുടെ മുകളിലും ഒക്കെ നിന്നാൽ മാത്രമേ കേരളത്തിലെ ഇടതുപക്ഷത്തിനൊപ്പം പുരോഗമന ജനങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളും യൂത്തും നിലനിൽക്കാൻ പോകുന്നുള്ളൂ. കഴിഞ്ഞ ഇതുവരെയുള്ള കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ സഹയാത്രികമായിരുന്ന ആളുകളുടെ മുഴുവൻ പുരോഗമന ചിന്തകളെ റദ്ദാക്കുന്ന ഒരു നിലപാട് കേരള ഗവൺമെന്റ് കേവലം കുറച്ച് വർഗീയ ആളുകളുടെ വോട്ട് കിട്ടാൻ വേണ്ടി എടുക്കുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. 2019 ജനുവരി 3 ശേഷം മെൻസ്ട്രുവേറ്റിംഗ് ഏജിലുള്ള ഒരു സ്ത്രീയും ശബരിമല സന്നിധാനത്ത് പോയിട്ടില്ല. അവിടെ യാതൊരു ക്രമസമാധാന പ്രശ്നവും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 7 വർഷമായിട്ട് സ്വച്ഛന്തമായി അവിടെ തീർത്ഥാടനം നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ തുടരട്ടെ എന്നുള്ളതായിരിക്കും ഗവൺമെന്റിന്റെയും താല്പര്യമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ആർക്കും ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടാവില്ലല്ലോ. അതല്ലാതെ സർക്കാർ എന്തെങ്കിലും ഒരു നിലപാടെടുക്കണം, എന്നാലേ രാഷ്ട്രീയമായി ഞങ്ങൾക്ക് മെച്ചമുള്ളൂ എന്ന താല്പര്യമുണ്ടോ? ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. അല്ല, ഇവിടെ തെറ്റുപറ്റിയത് ഗവൺമെന്റിനല്ല, പ്രാഥമികമായി തെറ്റുപറ്റിയത് 5 അംഗ ബെഞ്ചിനാണ്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ പറയണമെന്നില്ല, കാര്യം നമുക്ക് മനസ്സിലായി. 7 അംഗ ബെഞ്ചിന്റെ വിധി അവിടെയുണ്ട്. 1954 ശിരൂർ മഠക്കേസിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായ സങ്കല്പത്തിലാണ് അയ്യപ്പസ്വാമി അവിടെ ഇരിക്കുന്നത്. അത് കൊളത്തൂർ പുഴയിലെ ബാലകനല്ലല്ലോ, ഇത് നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടിരിക്കുകയാണ്. ഏത് ഭരതമുനി, എന്ത് നാട്യശാസ്ത്രം. ഇത് റിവ്യൂ ചെയ്യാനുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനം അതാണ്. ഇത് ശിരൂർ മഠക്കേസിലെ വിധിക്ക് എതിരാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചത്. അവർ കോടതിയായി പോയി എന്ന് പറഞ്ഞിട്ടൊന്നും വിമർശന വിധേയരാവാണ്ടിരിക്കുന്നില്ല. കോടതികളെയൊക്കെ ബോണോഫൈഡ് ഇന്റൻഷൻ വെച്ച് വിമർശിക്കാം. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അപ്പൊ അവിടെ ഗുരുതരമായ തെറ്റ് പറ്റിയിട്ടുണ്ട്. അത് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ശിരൂർ കേസിലെ വിധിക്ക് ഇവിടെ തത്വങ്ങൾക്കെതിരാണ് 5 അംഗ ബെഞ്ച് പറഞ്ഞത്. കാരണം 7 അംഗ ബെഞ്ചിന്റെ വിധിക്ക് ഇത് തത്വങ്ങൾക്കെതിരായി പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് 9 അംഗ ബെഞ്ച് രൂപീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ റിലീജിയസ് കാര്യം എന്ന് പറയുന്ന കാര്യങ്ങളായിട്ടുള്ള ഗരുഡൻ തൂക്കത്തിൽ ഇടപെട്ടു. അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളുടെ നേരെ നടത്തുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതിന്റെ കാര്യങ്ങളിൽ ഇടപെട്ടു. അതുപോലെ തന്നെ വളരെ കൃത്യമായി തന്നെ സതി റിലീജിയസ് കാര്യമാണ്, അതിൽ ഇടപെട്ടു. അങ്ങനെ എത്ര കാര്യങ്ങളിൽ കൃത്യമായി തന്നെ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. എന്ത് ബന്ധമാണ് അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. പറഞ്ഞു വന്ന സംഗതി വളരെ ക്ലിയർ ആണ്. ഏതൊക്കെ രീതിയിലാണോ മനുഷ്യരുടെ നേരെ അതിക്രമം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങളിലെല്ലാം തന്നെ ഇടപെടും. അത് നിങ്ങൾ മതം ഉപയോഗിച്ചുകൊണ്ടാണോ, നിങ്ങൾ മറ്റ് ഏതെങ്കിലും സംഗതി ഉപയോഗിച്ചുകൊണ്ടാണോ ഇതിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് ഇടപെടാൻ സാധിക്കും. കഴിഞ്ഞ എക്സ്ട്രാordinary കഥ 2 വരിയേ ഉള്ളൂ. ആദ്യം ശ്രീ ശ്രീപത്മനാഭൻ ജി അദ്ദേഹത്തിന് ഒരു സാഷ്ടാംഗ പ്രണാമം അർപ്പിക്കുന്നു. വളരെ കുറച്ച് രാഷ്ട്രീയ നേതാക്കൾക്ക് സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിന്റെ വിധി തെറ്റാണ് എന്ന് പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ളൂ. അതിലിപ്പം ഞാൻ കേട്ട ശ്രീ ശ്രീപത്മനാഭന്റെ വാക്കുകൾക്ക് ഒരു സാധാരണ അയ്യപ്പ വിശ്വാസി എന്ന നിലയിൽ അദ്ദേഹത്തിന് സാഷ്ടാംഗ പ്രണാമം അർപ്പിക്കുന്നു. തുടങ്ങിയിട്ടുള്ളൂ.
ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. ഒരു ബന്ധവുമില്ലാത്ത വിഷയങ്ങളാണ് കൊണ്ടിരുന്നത്. സതി, അൺടച്ചബിലിറ്റി. അതിന് കൃത്യമായി നമ്മളല്ല, ഹൈക്കോടതി 1991 മറുപടി പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുക്കളിലെ ചില വിഭാഗങ്ങളെ ചില അമ്പലങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്ന കാലത്ത് പോലും ശബരിമലയിൽ എല്ലാ സമുദായങ്ങളെയും ഒരുമിച്ച് നിർത്തിയിരുന്നു, എല്ലാ മതവിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്തിയിരുന്നു. ഇത് ഹൈക്കോടതിയുടെ വെർഡിക്റ്റ് ആണ്. ശബരിമലയിൽ ഒരു പ്രായ നിയന്ത്രണമുണ്ട്. സ്ത്രീകൾക്ക് എവിടെയാ വിവേചനം? ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ശബരിമലയിൽ വരുന്നത്. 10 താഴെയും 50 വയസ്സിന് മേളിലും ഈ വിഷയം മറച്ചുവെച്ച്, ബോധപൂർവ്വം മറച്ചുവെച്ച്, ഇതൊരു ഏജ് റെഗുലേഷന്റെ ക്വസ്റ്റ്യൻ ആണെന്നുള്ള വിഷയം മറച്ചുവെച്ച് ഇവർ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ചിന്താധാരയുടെ ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ മാതൃഭൂമിയുടെ തലക്കെട്ട് പോലും എന്താ? വിശ്വാസമോ ഭരണഘടനയോ? അങ്ങനെയല്ല. ഭരണഘടന അനുവദിക്കുന്ന വിശ്വാസമാണിത്. ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന എന്ന പവിത്രമായ കാര്യം നമുക്ക് നൽകുന്ന ആർട്ടിക്കിൾ 25ഉം 26ഉം പ്രൊട്ടക്ട് ചെയ്യുന്ന ലെജിറ്റിമേറ്റ് ആയിട്ടൊരു ബിലീഫ് സിസ്റ്റമാണ്. ഇതിന്റെ അടിസ്ഥാനം നേരത്തെ ശ്രീ രാജേഷ് പറഞ്ഞ പോലെ, നേരത്തെ ശ്രീ അഭിലാഷ് പറഞ്ഞതുപോലെ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന DT കോൺസെപ്റ്റ് ആണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഇരിക്കുമ്പോൾ ഇതൊക്കെ മറച്ചു വെച്ച് തീവ്ര ഫെമിനിസ്റ്റ് വാദഗതി ഇതിലേക്ക് കുത്തിക്കയറ്റാനാണ് ചില ആൾക്കാർ നോക്കിയത്. അവർക്കാണ് തിരിച്ചടി കിട്ടിയത്. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ഈ പട്ടി അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?